രശ്മി. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് കൊത്തു ചപ്പാത്തി. കൊത്തു പൊറോട്ട എല്ലാവർക്കും ഇഷ്ടമല്ലേ? അതേപോലെ തന്നെ അതേ ടേസ്റ്റിൽ നമുക്ക് കൊത്തു ചപ്പാത്തി ഉണ്ടാക്കാം. വളരെയധികം എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. വീട്ടിൽ ബാക്കി വരുന്ന ചപ്പാത്തി എടുത്ത് നമുക്ക് കൊത്തു ചപ്പാത്തി ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റുള്ള കൊത്തു ചപ്പാത്തി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കാണാം. അപ്പോൾ നമുക്ക് കൊത്തു ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാം. ഞാൻ 250 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്, 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഒരു അരമണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്യാൻ വെക്കണം. രാവിലെയൊക്കെ നിങ്ങൾക്ക് സമയമില്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റെങ്കിലും കുറഞ്ഞത് വെക്കണം. അല്ലാന്നുണ്ടെങ്കിൽ തലേ ദിവസം മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാലും മതി. അപ്പം നമുക്ക് അരമണിക്കൂർ മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. ഇതിപ്പോൾ ഞാൻ ചപ്പാത്തി എടുത്ത് വെച്ചിട്ടുണ്ട്. 5 ചപ്പാത്തിയാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ ഇന്നലെ ബാക്കി വന്ന ചപ്പാത്തി ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളതാണ്. ഫ്രിഡ്ജിൽ വെച്ച് ചപ്പാത്തി തന്നെ എടുക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ 2 കാര്യമുണ്ട് അതിന്. ഒന്നാമത്തെ കാര്യം, ഇത് മുറിക്കാനായിട്ട് നല്ല എളുപ്പമായിരിക്കും. കുറച്ച് സ്റ്റിഫ്നെസ് ഉണ്ടാവുമല്ലോ, അതുകൊണ്ട്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ചപ്പാത്തിയുടെ പീസസ് ഓവർ കുക്കായി പോകാൻ പാടില്ല. ഇത് നമുക്ക് ചപ്പാത്തി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് 1 2 3 ഇങ്ങനെ 3 മടക്കുക. എന്നിട്ട് കട്ട് ചെയ്യാം. ഇനി നമ്മൾ ഇതുപോലെ 3 എടുത്ത് ഒരുമിച്ച് പിടിക്കുക. എന്നിട്ട് സൈഡിൽ നിന്ന് ചരിച്ചിട്ടൊന്ന് കട്ട് ചെയ്യാം. ഇതിപ്പം എത്ര ചെറുതായിട്ട് കട്ട് ചെയ്യുന്നോ അത്രയും നല്ലതാണ് നമുക്ക് കഴിക്കാനായിട്ട്. കാരണം ചപ്പാത്തിയാണ്, പൊറോട്ടയല്ല. പൊറോട്ട പോലെയല്ല ചപ്പാത്തി. നമുക്ക് കഴിക്കുമ്പോൾ നമുക്ക് ജോ ഇങ്ങനെ വേദനയാവും, ഒരുപാട് വലിയ പീസാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ എത്ര ചെറുതാക്കി കട്ട് ചെയ്യാൻ പറ്റുമോ അത്രയും നല്ലത്. ഇപ്പം ചെരിച്ച് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. ഇതുണ്ട്, വളരെ നൈസായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ചെറുതുമാണ്. ഇത്രയും ചെറുതാവുകയാണെങ്കിൽ അത്രയും നല്ലത്. ഇതിപ്പോൾ നിങ്ങൾക്ക് രാവിലെയൊക്കെ കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ തലേദിവസം രാത്രി ഇതുപോലെ കട്ട് ചെയ്ത് എയർടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ ഇട്ടിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതി. രാവിലെ എടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുക. കാരണം ഇത് ലഞ്ച് ബോക്സ് റെസിപ്പി ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം കട്ട് ചെയ്ത് വെക്കട്ടെ. ഇതിപ്പോൾ ചപ്പാത്തി എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് കൈ കൊണ്ടൊന്നിങ്ങനെ നമർത്തി ഞെട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം അങ്ങ് വേറെ വേറെ ആയി കിട്ടും. നമുക്ക് ചിക്കൻ ഒന്ന് വേവിക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. നിങ്ങളടുത്ത് ഏത് എണ്ണയാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് അതെടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുക്കറിൽ വേവിച്ചാലും മതി. ഞാൻ പക്ഷേ എപ്പോഴും ഇങ്ങനെയാണ് വേവിക്കാറ്. ഇപ്പം അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് മാരിനേറ്റ് ചെയ്തിട്ട്. നമുക്കിത് അടച്ചു വെച്ചിട്ട് വേവിക്കാം. കുറച്ച് സമയം ഒന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്ക് തുറന്ന് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുത്താൽ മതി. ചിക്കൻ അവിടെ വേവുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് സവാളയും 2 സവാളയും 1 ചെറിയ തക്കാളിയും 3 പച്ചമുളകും കൂടെ വേറെ വേറെ ആയിട്ട് മുറിച്ച് വെക്കാം. സവാള ചെറുതായിട്ട് മുറിക്കണം. പിന്നെ നമ്മൾ ഓംലെറ്റ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുറിക്കില്ലേ സവാള, അതുപോലെ ചെറുതായിട്ട് മുറിക്കണം. തക്കാളിയും ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്യണം. 3 പച്ചമുളകും ചെറുതായിട്ട് വട്ടത്തിൽ മുറിച്ച് വെക്കാം. നമുക്ക് നമ്മളിപ്പോൾ വെച്ചിട്ടൊരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. തുറന്ന് നോക്കാം. ചിക്കനിൽ നിന്നൊക്കെ നന്നായിട്ട് വെള്ളം വന്നിട്ടുണ്ട്. ആ വെള്ളത്തിൽ കിടന്ന് തന്നെ അങ്ങ് വേവട്ടെ. നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒട്ടും വെള്ളം ഒഴിച്ചിട്ടില്ല ചിക്കനിൽ. സമയമില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ അങ്ങ് വേവിച്ചാൽ മതി. ഒറ്റ വിസിലിൽ അങ്ങ് ഓഫാക്കി എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് വെന്ത് കിട്ടും. പക്ഷെ ടേസ്റ്റ് കുറച്ചുകൂടി ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് കാണിക്കുന്നത്. തിരക്കുള്ള സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. ഒന്നുകൂടെ അടച്ചു വെച്ച് കൊടുക്കാം. നമുക്കൊന്ന് തുറന്ന് നോക്കാം. വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമുക്കത് തുറന്ന് തന്നെ വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്താൽ മതി. ഒരുപാടങ്ങ് ഹാർഡായി പോകരുത്. ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്താൽ മതി. ഇപ്പം 2 സൈഡും ആയിട്ടുണ്ട്. നമുക്കിത് എടുക്കാം എണ്ണയിൽ നിന്ന്. കണ്ടോ, ഒരുപാടങ്ങ് ഫ്രൈ ആയിട്ടില്ല. ഒരുപാട് ഫ്രൈ ആയാൽ കുറച്ചൊരു ഉറപ്പായി പോകും.
ഇനി ഇത് നമുക്ക് ഒന്ന് തണുത്തതിന് ശേഷം എല്ലൊക്കെ ഒന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണയ്ക്കകത്തോട്ട് തന്നെ കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെയാണ് എടുക്കുന്നത്. ഇപ്പം ഇങ്ങനെ എടുക്കുന്ന ഫ്രൈ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം സവാളയൊക്കെ വഴറ്റുന്നത് ഈ എണ്ണയിലാണ്. അപ്പോൾ അതിന് ചിക്കൻ്റെ ആ ഒരു ടേസ്റ്റ് അതിലേക്കും വരും. നമ്മൾ ചപ്പാത്തി ഇടുവാണെങ്കിൽ അതിലും എല്ലാം ആ ചിക്കൻ്റെ ടേസ്റ്റ് വരും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നത്. നമുക്കിതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില നല്ലതുപോലെ വേണം. 3 തണ്ട് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. കറിവേപ്പില ഒന്ന് നന്നായിട്ടൊന്ന് മൂക്കണം. ഇപ്പോൾ കറിവേപ്പില നന്നായിട്ടൊന്ന് മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ഒരു 3-4 പച്ചമുളക് എടുക്കാം. ഇത് ഞാൻ 3 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. അതൊക്കെ ഒന്ന് മൂത്തോട്ടെ. പച്ചമുളകൊക്കെ എരിവിനനുസരിച്ച് നിങ്ങൾ കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയാണ് അതിട്ട് കൊടുക്കാം. ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് അങ്ങ് വഴന്നു പോകരുത്. ചെറുതായിട്ടൊന്ന് വഴന്നാൽ മാത്രം മതി. അതിൻ്റെ കളറൊന്ന് മാറിയാൽ മാത്രം മതി. നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ചിക്കനിൽ ഇട്ടതാണ്, അതുകൊണ്ട് ശ്രദ്ധിക്കണം. ചപ്പാത്തിയിൽ ഉപ്പുണ്ട്. നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റും 1/2 ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റും ഇട്ടിട്ടുണ്ട്. അതും കൂടി ഇട്ടിട്ട് അതിൽ കിടന്നൊന്നായിക്കോട്ടെ. ജിഞ്ചർ പേസ്റ്റിൻ്റെയും ഗാർലിക് പേസ്റ്റിൻ്റെയും ആ ഒരു റോ സ്മെല്ല് മാറുന്ന വരെ ഒന്ന് വഴറ്റിയാൽ മതി. അപ്പോഴത്തേക്കും സവാളയൊന്ന് വഴന്നിട്ടുണ്ടാവും. ഇപ്പോൾ സവാളയുടെ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ഇടുന്നത്. മഞ്ഞൾപ്പൊടി 1 നുള്ള മഞ്ഞൾപ്പൊടി മാത്രം മതി. ഒരുപാട് മഞ്ഞൾപ്പൊടി ആവണ്ട. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിൻ്റെ ആ ഒരു റോസ് സ്മെല്ലൊന്ന് മാറിയാൽ മതി. ഇപ്പോൾ 2 മിനിറ്റ് വഴറ്റുമ്പോഴത്തേക്ക് അതിൻ്റെ ആ റോസ് സ്മെല്ല് മാറിയിട്ടുണ്ടാവും. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. 1 തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചതാണ്. തക്കാളി ഇട്ടിട്ട് ഒരുപാട് അങ്ങ് വഴന്നു പോകരുത്. പെട്ടെന്ന് തന്നെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ നമുക്ക് വഴറ്റിയെടുക്കണം. തക്കാളി ഇട്ടിട്ടുണ്ട്. തക്കാളി ഇട്ട ഉടനെ തന്നെ അത് സൈഡിലേക്ക് അങ്ങ് മാറ്റി വെച്ച് നമുക്ക് നടുക്ക് അങ്ങ് മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. മുട്ട ഒഴിച്ചിട്ട് ഉടനെ ഇളക്കരുത്. ഈ സൈഡിലോട്ട് ഇരുന്നോട്ടെ. ഒരു നല്ല ഉപ്പ്, മുട്ടയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുക്കാം. അപ്പം അതൊക്കെ ഒന്ന് ഇളക്കിയാണ്. ഒരുപാടങ്ങ് ചിക്കി പൊരിക്കരുത്. അത് കുറച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് കിട്ടണം കടിക്കാനായിട്ട്. ഇപ്പോൾ കഷ്ണമായിട്ട് ഇട്ടിട്ടുണ്ട്. നമുക്കിതെല്ലാം കൂടി അങ്ങ് മിക്സ് ചെയ്യാം. രണ്ട് മുട്ടയാണ് ഒഴിച്ചത്. ഒന്ന് വഴന്നിട്ടുണ്ട്. തക്കാളി ഒരുപാട് അങ്ങ് വഴന്ന് പോകരുത്. നമുക്ക് എണ്ണടർത്തി മാറ്റിയ ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. ഈ ചിക്കൻ പീസസ് കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് അടർത്തി എടുത്താൽ മതി. മിക്സിയിലൊന്നും അടിക്കരുത്. മിക്സിയിൽ അടിച്ചു കഴിഞ്ഞാൽ പൊടിഞ്ഞു പോകും. പൊടിഞ്ഞു പോയാൽ നമുക്കിത് കഴിക്കാനായിട്ട് കിട്ടില്ല. നമുക്കിതിനകത്ത് ചപ്പാത്തിക്കകത്ത് ചിക്കൻ കഷ്ണങ്ങളും കൂടെ കടിക്കാൻ കിട്ടുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. നമുക്കിതിലേക്ക് ചപ്പാത്തിയുടെ പീസസും കൂടെ ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചില്ലേ, അതുകൊണ്ട് ഫ്ലെയിം ഒട്ടും കുറയ്ക്കരുത്. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇടണം. ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ സോയാ സോസ് ഒഴിക്കാം. ഇത് റെഡ് ചില്ലി സോസാണ്. 1 ടീസ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. ടൊമാറ്റോ സോസ് 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ചിട്ടുണ്ട്. എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇതിനി ഒരുപാട് സമയം അടുപ്പത്ത് വെക്കരുത്. ഓഫാക്കിയിട്ടുണ്ട് ഞാൻ.
ഇതെല്ലാം ഒഴിച്ച് ഉടനെ തന്നെ അങ്ങ് ഓഫാക്കാം. ഇപ്പോൾ സോയാ സോസ് ഇല്ലാന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കാൻ മടിക്കണ്ട, കാരണം സോയാ സോസ് ഓപ്ഷണലാണ്. ഈ ചപ്പാത്തിയുടെ പീസസ് ഒരുപാട് അങ്ങ് വെന്ത് പോകാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും അവസാനം ചപ്പാത്തി കഷ്ണങ്ങൾ ഇടുന്നത്. ഇപ്പൊ സോസ് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ ചപ്പാത്തിയുടെ പീസസിന്റെ ആ ടെക്സ്ചർ അങ്ങ് മാറി ഒരു മാവ് പോലെ ആയിപ്പോവും. അപ്പൊ അത് കഴിക്കാനായിട്ട് ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഫ്രിഡ്ജിൽ വെച്ച ചപ്പാത്തി തന്നെ എടുക്കണമെന്ന് ഞാൻ പറഞ്ഞത്. ഇനിയിപ്പോൾ ഫ്രിഡ്ജ് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ചൂട് ഒട്ടുമില്ലാത്ത ചപ്പാത്തി എടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ചപ്പാത്തി കഷ്ണങ്ങൾ ഇട്ട് സോസ് ഒഴിച്ച് മിക്സ് ചെയ്താൽ മതി. കൊത്തു ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്. എളുപ്പത്തിൽ ഉണ്ടാക്കിയില്ലേ? ഇതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. നല്ല ടേസ്റ്റുമാണ്. ഇത് കറിവേപ്പില നന്നായിട്ട് വേണം, അപ്പോഴാണ് അത് പ്രത്യേകിച്ചുള്ള ടേസ്റ്റ് വരുള്ളൂ. ഞാൻ ഒന്ന് സെർവ് ചെയ്യട്ടെ. ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കുറേ ഉണ്ട് ചിക്കൻ പീസസ് ഒക്കെ. നല്ല ടേസ്റ്റ് ഉണ്ട്. കുറച്ച് നമുക്ക് സോസും കൂട്ടി വേണേൽ കഴിക്കാം. സോസ് കൂട്ടാതെ ടേസ്റ്റാണ്, കൂട്ടിയാൽ നല്ല ടേസ്റ്റാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. തീർച്ചയായിട്ടും നിങ്ങളത് ട്രൈ ചെയ്യണം. കാരണം ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമാണ്. കാരണം നമ്മൾ വെറുതെ ഈ കൊത്തു പൊറോട്ട കടയിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നതിന് വരെ നമുക്ക് എളുപ്പത്തിൽ തന്നെ ചപ്പാത്തി വെച്ചിട്ട് കൊത്തു ചപ്പാത്തി കൊത്തു പൊറോട്ടയെ കഴിഞ്ഞും ടേസ്റ്റിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ശരിക്കും ഈ കൊത്തു പൊറോട്ട പല റെസ്റ്റോറൻറ്റിലും പല ടേസ്റ്റാണ്, പക്ഷേ നല്ല ടേസ്റ്റുള്ള ഒരു കൊത്തു ചപ്പാത്തിയാണിത്. നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയാൽ തീർച്ചയായിട്ടും പിന്നെ ഉണ്ടാക്കും. കുട്ടികൾക്ക് പ്രത്യേകിച്ച് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യുന്നു വിശ്വസിക്കുന്നു. ഹോട്ടലിൽ നിന്ന് കിട്ടുന്നത് നമുക്ക് പൊറോട്ടയാണ്. അപ്പോൾ പൊറോട്ട കഴിക്കാത്തവർക്കും ഈ ചപ്പാത്തി കൊണ്ട് കൊത്തു ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് നല്ല ടേസ്റ്റായിട്ട് കഴിക്കാൻ പറ്റും. ഇപ്പോൾ നമ്മളിപ്പോൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ തട്ടുകടയിലും റെസ്റ്റോറൻറ്റിലൊക്കെ ഉണ്ട് കൊത്തു പൊറോട്ട, ഇപ്പോൾ എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ അവിടെ നിന്നൊക്കെ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ എന്തൊക്കെയാണ് ആഡ് ചെയ്യുന്നത് നമുക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല. പക്ഷെ ഇത് നമുക്ക് ഹെൽത്തിന് മോശമായിട്ടുള്ള യാതൊരു സാധനവും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നല്ല ടേസ്റ്റായിട്ട് കൊത്തു ചപ്പാത്തി എല്ലാവരും കഴിക്കുക. അപ്പോൾ അതെല്ലാവരും ട്രൈ ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണാം. സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ. പലഹാരം അല്ലട കൈതേ, പരിഹാരം. ഏതായാലും പലഹാരത്തെ കുറിച്ച് എന്നെ ഓർമ്മിപ്പിച്ച സ്ഥിതിക്ക് എടുത്തോളൂ. 2 ബോണ്ട, 1 സവാള വട, 1 സുഖിയൻ.